ഈ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അധികാരത്തിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് EP ജയരാജനെ ഓർമ്മ വരും. അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് അടുത്ത ഏതോ ബന്ധുവിന് എന്തോ ഒരു പോസ്റ്റ് കൊടുത്തു. ആ കൊടുത്ത ജോലിയും പോയി, മന്ത്രിസ്ഥാനവും പോയി, അവസാനം ചിറ്റപ്പൻ എന്നുള്ള പേരും വീണു. അതെ. പക്ഷേ അമേരിക്കയിൽ ഇപ്പോൾ ട്രംപിൻ്റെ കാലത്ത് ഇപ്പോൾ നടക്കുന്നു. ട്രംപ് ഇപ്പോൾ ഒരുപാട് പേരെ നിയമിക്കുന്നുണ്ട്, വീട്ടിലുള്ള ആളുകളെ വരെ പിടിച്ച് നിയമിക്കുന്നുണ്ട് അല്ലേ? അതെ അതെ. അതൊന്നും ഒരു പ്രശ്നമല്ല അമേരിക്കക്കാർ. അതെ, അമേരിക്കയിൽ അത് പ്രശ്നമല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപിൻ്റെ 2 പെൺമക്കളുണ്ടല്ലോ, ഇവാങ്കയും ടിഫാനിയും. അവരുടെ അമ്മായിപ്പന്മാർക്ക് 2 പേർക്കും, ഭർത്താക്കന്മാർക്കല്ല അമ്മായിപ്പന്മാർക്ക്. അതെ, അതായത് ഭർത്താവിൻ്റെ അച്ഛൻ, അമ്മായിപ്പൻ. അതെ, അപ്പന്മാരെന്നൊക്കെ പറഞ്ഞാൽ ബഹുവചനാവുമല്ലോ, ഒരുപാട് അപ്പന്മാരുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് അങ്ങനെയല്ല, ഓരോ മനസ്സിലായി, പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. അതെ. അല്ല, ഞാൻ ചോദിക്കുന്നത് എന്ന് പറയുന്നത് ഇപ്പോൾ കേരള മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ വീണയുടെ ഭർത്താവിൻ്റെ അച്ഛൻ റിയാസ് മന്ത്രി അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനല്ലെങ്കിൽ അങ്ങനെ മകളുടെ ഭർത്താവിൻ്റെ അച്ഛനൊരു ജോലി കൊടുത്താൽ എന്തെല്ലാം കോലാഹലം നടക്കും. ഇവിടെ ഒരുപാട് കോലാഹലം വരും. അപ്പോൾ ഇത് രാജിവെക്കേണ്ടി വരും ഉടനെ. രാജിവെക്കണം. പ്രതിപക്ഷം സതീശൻ ഉറഞ്ഞുതുള്ളും, സുരേന്ദ്രൻ ബഹളം ഉണ്ടാക്കും, ആകെ പ്രശ്നം. മനോരമ എഡിറ്റോറിയൽ എഴുതും. പക്ഷെ അമേരിക്കയിൽ ഇതൊന്നും പ്രശ്നം. ശ്രീമതി എന്നെ മകന്റെ ഭാര്യയ്ക്കോ മറ്റോ ഗാർഡനർ എന്ന് പറഞ്ഞ് ജോലി കൊടുത്തു. പക്ഷേ ഗാർഡനർ വന്നിട്ട് അവിടെ പോയി ഗാർഡന്റെ പണി നോക്കണമായിരുന്നു, വീട്ടിലിരുന്നാൽ പോരാ. അതെ, അങ്ങനെയൊക്കെ പണി കൊടുത്ത് പെൻഷന് വേണ്ടിയിട്ട് നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ. ഇതെന്താന്ന് വെച്ചാൽ അവിടെ പ്രശ്നമില്ല അല്ലേ അമേരിക്കയിൽ. മകള് ഇവാങ്ക കൂടെ വന്നിരുന്നല്ലോ ഇവിടെ ഗുജറാത്തില്, ട്രംപിന്റെ കൂടെ വന്നിരുന്നു. ഞാൻ പറയുന്നതല്ലേ സാർ, എനിക്ക് സംശയം എന്ന് വെച്ചാൽ ഇപ്പോൾ നെപ്പോട്ടിസം എന്ന് പറയുമല്ലോ, വേണ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി ചെയ്യുന്ന ഫേവർ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ, അത് അമേരിക്കയിൽ ഒരു പ്രശ്നമല്ലേ? അവിടെ അതൊരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് എക്സിക്യൂട്ടീവ് പവർ ഉണ്ട്, അയാളുടെ ടീമിലേക്ക് ആരെയൊക്കെ തിരഞ്ഞെടുക്കാം എന്നുള്ളത് ഡിസ്ക്രിപ്ഷനാണ്. അയാളുടെ ഡിസ്ക്രിപ്ഷനാണ് ആരെയൊക്കെ. ഇപ്പോൾ FBI കാഷ് പട്ടേലിനെ എടുക്കുമ്പോൾ ഇപ്പോൾ FBI ഡയറക്ടർ ആയിരിക്കുന്ന ആൾക്ക് ഇനിയും 2 കൊല്ലം സേവനമുണ്ട്. ഇപ്പോൾ എടുക്കുമ്പോൾ അയാളുടെ ജോലി തീരുകയാണല്ലോ, അങ്ങനെ തീരും. അല്ലാതെ അയാൾക്ക് ഇത്ര കാലം കാലാവധി ഇരിക്കാൻ പറ്റില്ല. ഇവിടത്തെ പോലെ ആ പണിയൊന്നും നടക്കും. റിട്ടയർമെന്റ് പുള്ളി വേറെ പദവിയിലേക്ക് പോകുന്നില്ല, ഇല്ല, സർവീസ് ടെർമിനേറ്റ് ചെയ്യപ്പെടും. തീർന്നു. അടുത്ത FBI ഡയറക്ടർ കാഷ് പട്ടേൽ വന്നു. അപ്പോൾ ഇയാൾക്ക് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളൊക്കെ കിട്ടും. അതൊക്കെ കിട്ടും. ആ പരിപാടികളും ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഇവാങ്കയുടെ ഫാദറിൻലോ, അമ്മായിപ്പൻ ചാൾസ് കുഷ്നർ, ഭർത്താവിൻ്റെ പേര് ജറേദ് കുഷ്നർ, ജറേദ് കുഷ്നറുടെ അപ്പൻ ചാൾസ് കുഷ്നർ, അവർ ജൂതന്മാരാണ്. അപ്പോൾ ചാൾസ് കുഷ്നറും ട്രംപിനെ പോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ വലിയ ബിസിനസ്സുകാരനാണ്. ന്യൂ ജേഴ്സിയിലെ ഒരുമാതിരി റിയൽ എസ്റ്റേറ്റ് കച്ചവടമൊക്കെ നടത്തുന്ന ആളാണ് ഈ ചാൾസ് കുഷ്നർ. ചാൾസ് കുഷ്നറെ ഫ്രാൻസിൽ സ്ഥാനപതിയായിട്ട് നിയമിച്ചു, അംബാസഡറാക്കി. വലിയ പോസ്റ്റാണല്ലോ, അതിഭയങ്കര പോസ്റ്റ് തന്നെയാണ്. മറ്റേതും അതെ. ടിഫാനിയുടെ അമ്മായിയപ്പൻ മസാദ് പൗലോസ്, അദ്ദേഹം അറബ് മിഡിൽ ഈസ്റ്റ് ഉപദേഷ്ടാവ് ട്രംപിന്റെ. അദ്ദേഹം ശരിക്കും ലെബനീസ് ക്രിസ്ത്യനാണ്. ഈ ടീനേജില് അമേരിക്കയിലേക്ക് കുടിയേറിയ കുടുംബമാണ്. അപ്പോൾ ഈ ട്രംപിന്റെ പ്രചാരണ കാലത്തുമൊക്കെ ട്രംപ് ഈ പ്രോ ഇസ്രായേലാണെന്നുള്ളൊരു പേരുണ്ടല്ലോ, അതൊക്കെ മാറ്റാൻ ഈ അറബ് മുസ്ലിങ്ങളുടെ ഇടയ്ക്കുന്നൊക്കെ ഈ ബോട്ട് മേടിച്ചു കൊടുത്തത് ഈ മസാദ് പൗലോസാണ് എന്ന് വാർത്തകളിൽ കാണുന്നുണ്ട്. ഗുണമുള്ള അമ്മായി. 2 അമ്മായി. ബൈഡൻ ഇങ്ങനെ വല്ലതൊക്കെ ചെയ്തിട്ടുണ്ടോ? ബൈഡനും ചെയ്തിട്ടുണ്ട്. ബൈഡൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മകൻ ഹണ്ടർ, അയാൾ ഡ്രഗ് അഡിക്റ്റ് ആണ്. അത് ശരി, നല്ല പുള്ളിയാ. അപ്പോൾ അയാൾക്ക് മാപ്പ് കൊടുത്തിട്ടുണ്ട്. അയാൾക്ക് ഡിസംബർ 12-ാം തീയതി ശിക്ഷ തീരുമാനിക്കുമായിരുന്നു. ഈ മാസം 12-ാം തീയതി ഒരു കേസിൽ, രണ്ടാമത്തെ കേസിൽ 16-ാം തീയതി ശിക്ഷ തീരുമാനിക്കേണ്ടതാണ്. ഒരെണ്ണം തോക്ക് കേസ്, മറ്റേതൊരെണ്ണം നികുതി വെട്ടിപ്പ് കേസ്. നല്ല മാനാണല്ലോ, സ്വഭാവിയാണല്ലേ. അപ്പോൾ ഈ 2 കേസിലും പ്രസിഡന്റിന് ആ പവറുണ്ട്, പാർഡൺ ചെയ്തു. നമ്മുടെ പ്രസിഡന്റും ഉണ്ട്. ഏത് ശിക്ഷയും പ്രസിഡന്റിന് ക്ഷമിക്കാം. അതെ, ഇളവ് കൊടുക്കാം, വധശിക്ഷ ഇളവ് ചെയ്യും, അങ്ങനെ ചെയ്യാം. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്.
ഇതിൻ്റെ കൂടെ ബൈഡൻ. അപ്പോൾ ഈ വക എന്താ പറയുക, ആശ്രിത വാത്സല്യം എന്നല്ലേ പറയുന്നത്, നെപ്പോട്ടിസം, സ്വജനപക്ഷപാതം എന്നൊക്കെ പറയുന്ന ഇവിടുത്തെ വലിയ കുറ്റങ്ങളാണ് അപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ അമ്മായിയപ്പനെ ഫ്രാൻസിൽ സ്ഥാനപതിയാക്കി നിയമിച്ച ഇതിൽ പറയുന്നുണ്ട്, അദ്ദേഹം വലിയ ബിസിനസ് നേതാവാണ്, മനുഷ്യ സ്നേഹിയാണ്, തന്ത്രജ്ഞനുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാണ് സാർ, ഇപ്പം നമ്മുടെ രാജ്യത്തുള്ള ഒരു കൾച്ചറും ആറ്റിറ്റ്യൂഡും അല്ല പൊതുവിൽ മറ്റ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് US പോലെയുള്ള രാജ്യങ്ങളിലും പടിഞ്ഞാറൻ രാജ്യങ്ങളിലും. നമ്മൾ ഈ ലാവ്ലിൻ ഇടപാടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ വിദേശത്തുള്ള സുഹൃത്ത്, നിങ്ങൾ എന്തിനാണ് ലാവ്ലിൻ എന്നൊക്കെ പറയുന്നത്? പിണറായി വിജയൻ്റെ കാലത്ത് SNC ലാവ്ലിനുമായി ഒരു ഇടപാട് നടന്നിരിക്കാം, അതിന് കുറച്ച് കമ്മീഷൻ കിട്ടിയിട്ടുണ്ടാകാം. നിങ്ങളുടെ രാജ്യത്ത് ഇത് മേടിക്കുന്ന വലിയ കുറ്റമായതുകൊണ്ട് പിണറായി അത് മലബാർ ക്യാൻസർ സെൻ്റർ എന്നൊക്കെ മറിച്ച് ആ ആശുപത്രിക്ക് കെട്ടിടമെന്നൊക്കെ പറഞ്ഞ് മാറ്റിമറിച്ചു എന്നല്ലേ നിങ്ങളുടെ കേസ്? ഞങ്ങളുടെയൊക്കെ രാജ്യത്ത് കമ്മീഷൻ ലീഗലാണ്. അതാണ് അത് നിയമാനുസരിച്ച് ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ഒരു സർവീസ് റെഡിയാക്കി കൊടുക്കുന്നു, അയാൾക്ക് ലാഭമുണ്ട്, ലാഭത്തിൻ്റെ ഒരു വിഹിതം അത് റെഡിയാക്കി ആൾക്ക് കൊടുക്കുന്നു. അതിനകത്ത് എന്താ കുഴപ്പം? നിങ്ങളിത് കുഴപ്പമാണെന്ന് പറയുന്നതുകൊണ്ടാണ് MCC എന്നൊക്കെ പറഞ്ഞ് വേറെ തരികിട പരിപാടി ചെയ്യേണ്ടി വരുന്നു, അവസാനം അത് പെട്ടുപോകുന്നത്. ഇവിടെ ലീഗലാക്കിയാൽ മതി, കുഴപ്പമില്ല, ലീഗലാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ അദാനിയുടെ ഒന്നും വലിയ കേസാകാൻ പാടില്ലല്ലോ അമേരിക്കയിൽ. അതെ, ഇങ്ങനെ പറയുകയാണെങ്കിൽ അമേരിക്കയിൽ. പക്ഷെ നുണ പറഞ്ഞാൽ നുണ പറയാൻ പാടില്ല. പിന്നെ പെണ്ണ് കേസ് ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്. പെണ്ണ് കേസ് വലിയ പ്രശ്നമല്ലല്ലോ. അതാ ക്ലിന്റനെതിരെ അത് ക്ലിന്റൺ കള്ളം പറഞ്ഞുകൊണ്ടല്ലേ? ക്ലിന്റൺ കള്ളം പറഞ്ഞില്ലായിരുന്നു, കള്ളം പറഞ്ഞു അതിലും. അത് ഞാനിങ്ങനെയൊക്കെ ചെയ്തതാണോ എന്ന് പറഞ്ഞാൽ തീർന്നു. അതെ, അങ്ങനെ പറയാമായിരുന്നു. കാരണം എത്രയോ കെന്നഡി മുതൽ എത്ര കേസുകൾ കിടക്കുന്നു അവിടെ. നമ്മുടെ ഈ നായനാർ പറഞ്ഞ ഓർക്കുന്നില്ലേ, അമേരിക്കയിൽ ചായ കുടിക്കുന്ന പോലെയാണെന്ന് പറഞ്ഞു. അപ്പോൾ 2005 നികുതി വെട്ടിപ്പ് കേസ് ഉണ്ടായിരുന്നു ഈ ചാൾസ് കുഷ്ണർക്കെതിരെ. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട്, ഫെഡറൽ ഇലക്ഷൻ കമ്മീഷനോട് കള്ളം പറഞ്ഞു എന്നും അയാൾക്കെതിരെ കേസുണ്ടായിരുന്നു. ഒരു സാക്ഷിയെ, കേസിലെ സാക്ഷിയെ ആക്രമിച്ചതായിട്ടും കേസുണ്ടായിരുന്നു ഈ അമ്മായിപ്പനെതിരെ ആദ്യത്തെ. അപ്പോൾ 2 വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു കോടതി. 2020 ട്രംപ് ഈ അമ്മായിപ്പനും മാപ്പ് കൊടുത്തു ഈ കേസ്, പാർഡൻ പവർ ഉപയോഗിച്ചു അയാളുടെ കേസിലും. എന്നിട്ട് അതിന് കാരണമായിട്ട് പറഞ്ഞു, വലിയ ഫിലാന്ത്രോപ്പിക് ആക്ടിവിറ്റീസ്, വലിയ മനുഷ്യസ്നേഹ പ്രവൃത്തികൾ ചെയ്തിട്ടുള്ള ആളാണ്, അതുകൊണ്ട് മാപ്പ് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം $1 ലക്ഷം ട്രംപ് അനുകൂല ഗ്രൂപ്പിന് ഈ പ്രചാരണ കാലത്ത് കൊടുത്തിരുന്നു. പിന്നെ 1 മില്യൺ സൂപ്പർ PAC എന്ന് പറഞ്ഞ ഈ കമ്മിറ്റിക്കും കൊടുത്തിരുന്നു, ഈ ഇലക്ഷൻ പ്രചാരണം നടത്തുന്ന. അപ്പോൾ പൈസ കൊടുത്തും സഹായിച്ചിട്ടുണ്ട് ട്രംപിൻ്റെ ഇലക്ഷൻ പ്രചാരണത്തിന്. ഈ കുഷ്ണർ കമ്പനീസ് എന്നാണ് കമ്പനികളുടെ പേര്, കുഷ്ണർ കമ്പനീസ്. റിയൽ എസ്റ്റേറ്റ്, ഏണസ്റ്റ് ആൻഡ് യങ് എന്ന് പറഞ്ഞ കമ്പനിയില്ലേ, ഇപ്പൊ ഒരു മലയാളി കുട്ടിയുടെ പീഡനത്തിനൊക്കെ, അതെ, ജോലി സ്ഥലത്തെ പ്രശ്നം, അതെ, ഏണസ്റ്റ് ആൻഡ് യങ്, അവർ ന്യൂജേഴ്സിയിലെ ഏറ്റവും വലിയ സംരംഭകരാണ് ഇയാൾ എന്ന് പറഞ്ഞ് മുമ്പ് തെരഞ്ഞെടുത്തിട്ടൊക്കെ ഉണ്ട് ഈ ചാൾസ് കുഷ്ണറെ. ജറേദ് കുഷ്ണർ ആദ്യത്തെ ഊഴം പ്രസിഡൻ്റായിരുന്നപ്പോൾ ട്രംപ് മിഡിൽ ഈസ്റ്റിലൊക്കെ ഈ സൽമാൻ രാജകുമാരനുണ്ടല്ലോ സൗദിയിൽ, വലിയ MBS വലിയ മുഹമ്മദ് ബിൻ സൽമാൻ. നമ്മുടെ ഇവിടെ MBS എന്ന് പറഞ്ഞാൽ MB ശ്രീനിവാസിൻ്റെ. അപ്പോൾ MBS ഒക്കെ ആയിട്ട് വലിയ സൗഹൃദമൊക്കെ ആയിരുന്നു മിഡിൽ ഈസ്റ്റ് പരിപാടികളിലൊക്കെ. ഈ ജറേദ് കുഷ്ണർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് MBS. ഒരു MBS എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ കഴിഞ്ഞ പോലെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ മറ്റേ ഇസ്രയേലിൽ വലിയ റിയൽ എസ്റ്റേറ്റ് പരിപാടികൾ തുടങ്ങണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ് കുഷ്ണർ. പ്രത്യേകിച്ച് ഗാസ ഇസ്രയേലിൻ്റെ ഒരു സെറ്റിൽമെൻറ്റ് സ്ഥലമായി കഴിയുമ്പോൾ അവിടെ 5 സ്റ്റാർ ഹോട്ടലൊക്കെ തുടങ്ങണം എന്ന് ആഗ്രഹമുള്ളതായിട്ട് ഈ കുഷ്ണർ പറഞ്ഞിട്ടുണ്ട്. ഈ ടിഫാനിയുടെ അമ്മായപ്പൻ മസാദ് ബൗലോസ് ഈ അറബ് മിഡിൽ ഈസ്റ്റ് ഉപദേഷ്ടാവായിട്ടാണ് നിയമിച്ചിരിക്കുന്നത്. ലെബനീസ് അമേരിക്കൻ ആണ്. മൈക്കിൾ ബൗലോസ് എന്ന് പറഞ്ഞ മകനാണ് ടിഫാനിയുടെ ഭർത്താവ്. അയാളും ഈ മേഖലയിലാണ്. 2018 മുതൽ ഇവർ തമ്മിൽ പ്രണയമായിരുന്നു. 2022 2 കൊല്ലം മുമ്പാണ് വിവാഹം. അത് തോട്ടം ഉണ്ടല്ലോ ഇപ്പോൾ ട്രംപ് താമസിക്കുന്ന അവിടെ വെച്ച് തന്നെയാണ് വിവാഹമൊക്കെ നടന്നത്.
അപ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരണമൊക്കെ നടത്തിയത് ഇയാളാണ്. സമാധാന പ്രേമിയാണ് എന്ന് ട്രംപ് ഇപ്പോൾ ഈ അപ്പോയിൻമെൻറ്റ് ലെറ്ററിൽ പറഞ്ഞിട്ടുണ്ട്. വലിയ സമാധാന പ്രേമിയാണ്, അഭിഭാഷകനാണ്, ബിസിനസ് ലോകത്ത് ആദരവ് നേടിയിട്ടുള്ള ആളാണെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ആകെ കൂടിയുള്ള കുഴപ്പം എൻ്റെ മക്കളുടെ അമ്മായിച്ചനായിപ്പോയി ആയിപ്പോയി. ലെബനനിൽ ജനിച്ച് ടെക്സാസിലേക്ക് ടീനേജ് കാലത്ത് കുടിയേറി. ഹൂസ്റ്റൺ സർവകലാശാലയിൽ പഠിച്ചു. നൈജീരിയയിൽ വലിയ ബിസിനസ്. നൈജീരിയയിലാണ് ഈ മൈക്കിള് വളർന്നതുമൊക്കെ. നൈജീരിയയിൽ ഈ കാറ് ഷോറൂംസ്, കാറുകളുടെ ഷോറൂമുകളൊക്കെ പലതും ശൃംഖലയൊക്കെ ഉണ്ട് അവർക്ക്. SCOA മോട്ടോഴ്സ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ ബൗലോസ് എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. 2009 ഇയാൾ ലെബനനിൽ ഈ പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയായിരുന്നു എന്ന് ഉറപ്പില്ലാത്ത റിപ്പോർട്ടുകളുണ്ടെന്ന് ന്യൂയോർക്ക് ടൈംസ് പറയുന്നുണ്ട്. അത് അവർക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതെന്തുകൊണ്ടാണെന്നും മനസ്സിലാകുന്നില്ല. സ്ഥാനാർത്ഥിയാണെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ അത് കൺഫേംഡ് അല്ല. പക്ഷേ ഈ ക്രിസ്ത്യൻ നേതാക്കളുമൊക്കെ ആയിട്ട് വലിയ ബന്ധമായിരുന്നു. ഈ മറാദ എന്ന് പറഞ്ഞ പ്രസ്ഥാനം ലെബനനിൽ, അതിൻ്റെ നായകൻ സുലൈമാൻ ഫ്രാങ്കിയയുമായി വലിയ അടുപ്പം. ഇതൊക്കെ കുഴപ്പം പിടിച്ച ബന്ധങ്ങളാണിപ്പോൾ ന്യൂയോർക്ക് ടൈംസ് ഒക്കെ പ്രസിദ്ധീകരിക്കുന്നത്. മറാദ അതെന്താണെന്ന് വെച്ചാൽ ഈ ഇവരെ പോലത്തെ സെറ്റുകളൊന്നുമല്ല, ഈ ഹിസ്ബുല്ല പോലെയൊന്നുമല്ല. മറാദ ലബനാൻ പ്രസിഡൻ്റാകാൻ ഹിസ്ബുല്ല കണ്ടിരുന്ന ആളാണ് ഈ പറഞ്ഞ മറാദയുടെ നേതാവ് സുലൈമാൻ ഫ്രാങ്കി. അയാളുമായിട്ട് ഈ ബൗലോസിന് വലിയ ബന്ധമായിരുന്നു എന്നുള്ള വിവരം ഇപ്പോൾ പറയുന്നുണ്ട് പത്രങ്ങൾ. ട്രംപിനെ നാറ്റിക്കാനും കൂടി വേണ്ടി ഇതൊക്കെ ചികഞ്ഞെടുക്കുന്നത്. കഴിഞ്ഞ കൊല്ലം നസറുള്ള ഇയാളെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അനുകൂലിച്ചിരുന്നു ഈ സുലൈമാനെ. പക്ഷെ എന്തു പറ്റിയെന്ന് വെച്ചാൽ സെപ്റ്റംബറിൽ ഇസ്രയേൽ വിമാനാക്രമണം നടത്തിയപ്പോൾ കൊല്ലപ്പെട്ടു. ബോംബാക്രമണത്തിൽ തട്ടിപ്പോയി. അല്ലെങ്കിൽ കൂടുതൽ ആരോപണം വരുമായിരുന്നു. മിഷിഗണിൽ ബൗലോസ് ട്രംപിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു. ട്രംപും പലസ്തീനിലെ ആ പ്രസിഡന്റ് ഉണ്ടല്ലോ, ഇസ്ലാമിക് അതോറിറ്റിയുടെ മഹ്മൂദ് അബ്ബാസ്, അപ്പം പലസ്തീൻ പ്രസിഡന്റ് ഫത്തയുടെ, അയാളുമായിട്ട് ട്രംപിനെ ലിങ്ക് ചെയ്യുന്നൊരു ആളുമാണ് ഈ ബൗലോസ്, ഈ അമ്മായിപ്പൻ. അപ്പോൾ പലസ്തീൻ ബന്ധങ്ങൾ ആ മേഖലയിൽ മിഡിൽ ഈസ്റ്റിൽ അത്യാവശ്യം കുറേ ബന്ധങ്ങളുണ്ട്. എനിക്കത് മാത്രമല്ല തോന്നിയത്. ഇവർക്ക് ഈ രണ്ടും അമ്മായിപ്പന്മാർക്കും കച്ചവടം ഉണ്ടല്ലോ, ട്രംപിനും കച്ചവടമുണ്ട്. ഈ കച്ചവടം നന്നായിട്ട് വ്യാപിപ്പിക്കണം എല്ലായിടത്തും എന്നുള്ള ഒരു ആഗ്രഹം കൂടി വ്യവസായ താല്പര്യങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് ട്രംപ് ഉൾപ്പെടെ ഈ 3 പേർക്കും റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങളാണ് ഉള്ളത്. ഉണ്ട്. വലിയ ബിസിനസ്സുകാരാണ് ഈ 2 അമ്മായിപ്പന്മാരും. ഏതായാലും നടക്കട്ടെ, ട്രംപ് വരട്ടെ. ട്രംപിന് ഇനി ഒരു ടേമേ ഉള്ളൂ. ട്രംപിനെ ജനങ്ങൾ സർവാത്മന സ്വീകരിച്ചു. അദ്ദേഹം എല്ലാ പ്രസിഡന്റുമാരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവിടെ അത് വലിയ ആക്ഷേപകരമായ കാര്യവുമല്ല. നമ്മുടെ നാട്ടിലാണ് അഴിമതി ആരോപണം, സ്വജനപക്ഷപാതമൊക്കെ പറയുക. അല്ല, ഇവർ രണ്ടുപേരും അർഹതയില്ലാത്തവരല്ല. അതെ, അതുകൊണ്ട് കാര്യങ്ങൾ നടക്കട്ടെ. ട്രംപല്ലേ, നമ്മുടെ ട്രംപല്ലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.